സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിച്ഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാംവണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. പാർലമെന്റ് അംഗമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി പ്രധാനമന്ത്രിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. ഭരണഘടനയുടെ ചെറുപതിപ്പുകളുമായാണ് പ്രതിപക്ഷ എംപിമാർ ലോക്സഭയിലെത്തിയത്. പ്രധാനമന്ത്രിക്ക് ശേഷം രണ്ടാമതായി രാജ്നാഥ് സിംഗും മൂന്നാമതായി അമിത്ഷായും സത്യപ്രതിജ്ഞ ചെയ്തു. കേന്ദ്രമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കേരളത്തിൽ നിന്നുള്ള അംഗം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള അംഗം പാർലമെന്റ് അംഗമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ സഭാ നടപടികൾ ഏത് വിധമാണ്? ഇനി ആരൊക്കെയാണ് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ളത്? എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചൊല്ലിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ രജിസ്റ്ററിൽ ഒപ്പുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മലയാളത്തിലാണ് സത്യവാചകം ഏറ്റുചൊല്ലിയത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ദൈവനാമത്തിലായിരുന്നു അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. താൻ ലോക്സഭാംഗം എന്ന നിലയിൽ സഭയിലേക്ക് എത്തുന്നതിൽ ഏറെ ഗൗരവത്തോടെയാണ് കാണുന്നത്, വലിയ ഉത്തരവാദിത്തത്തോടെയാണ് കാണുന്നത് എന്ന് അദ്ദേഹം സഭയിലേക്ക് ഇറങ്ങും മുമ്പ് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ സത്യവാചകം ഏറ്റുചൊല്ലിയിരിക്കുകയാണ്. മറ്റ് കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അല്പസമയത്തിനകം പൂർത്തിയാകും. കേന്ദ്ര സഹമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ലോക്സഭാംഗങ്ങളായ കേന്ദ്രമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ലോക്സഭയിൽ ആദ്യമായി സത്യവാചകം ഏറ്റുചൊല്ലിയത്. പ്രോട്ടം സ്പീക്കറുടെ അധ്യക്ഷതയിലാണ് സഭാ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് കേന്ദ്ര സഹമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. സംസ്ഥാനങ്ങളുടെ അക്ഷരമാല ക്രമത്തിലാണ് ഈ ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള തിരികെ എത്താം. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ ആ ചടങ്ങിന്റെ പൂർണ്ണ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിച്ഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാംവണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. ദൈവനാമത്തിൽ മലയാളത്തിലാണ് കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ബൽറാമിലേക്ക് വീണ്ടും പോവുകയാണ്. ബൽറാം, ഇന്നും നാളെയുമായി എംപിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകളായിരിക്കും നടക്കുക എന്ന് മനസ്സിലാക്കുന്നു. മറ്റ് എന്തൊക്കെ സഭാ നടപടിക്രമങ്ങൾ ഇന്നും നാളെയുമായി പൂർത്തിയാക്കാനുണ്ട് ബൽറാം? ശ്രീലക്ഷ്മി, ഇന്ന് രാഷ്ട്രപതി ഭവനിൽ വെച്ച് പ്രോട്ടം സ്പീക്കർ സത്യവാചകം ഏറ്റുചൊല്ലിയ ശേഷം 11 മണിക്ക് സഭാ നടപടികൾ ആരംഭിച്ചു. തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോട്ടം സ്പീക്കറെ സഹായിക്കാനുള്ള BJP അംഗങ്ങൾ, ആ പാനലിലുള്ള 2 BJP അംഗങ്ങൾ എന്നിവരുടെ സത്യപ്രതിജ്ഞയാണ് ആദ്യം നടന്നത്. തുടർന്ന് സീനിയോറിറ്റി അനുസരിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, നിതിൻ ഗഡ്കരി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായി. സഹമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളാണ് പിന്നീട് നടന്നത്. 12:20 കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗമായ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. അദ്ദേഹം മലയാളത്തിലാണ് സത്യവാചകം ചൊല്ലിയത്. ദൈവനാമത്തിൽ അദ്ദേഹം പ്രതിജ്ഞയെടുത്തു.
തുടർന്ന് രജിസ്റ്ററിൽ ഒപ്പുവെച്ചു. മറ്റ് കേന്ദ്ര സഹമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നാളെ യോടുകൂടി സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ശരി ബൽറാം, ലോക്സഭയിൽ നടപടിക്രമങ്ങൾ തുടരുകയാണ്. കേന്ദ്രമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടരുകയാണിപ്പോൾ.